വായനാ വിസ്മയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിത്രപരിചയത്തിലൂടെ എങ്ങനെയാണ് കഥ പറയുന്നതെന്ന് നോക്കാം. ഈ ചിത്രം കണ്ട് കൂട്ടുകാരെല്ലാം നിങ്ങളുടെ ഭാവനയിലെ കഥ പറയില്ലേ? എൻ്റെ ഭാവനയിൽ വന്ന കഥ ഇതാ. ഒരിക്കൽ വീട്ടുമുയലിന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരാഗ്രഹം തോന്നി. സ്കൂളിൽ പോയി പഠിക്കണം. സ്കൂളിൽ പോയി പഠിച്ച് ധാരാളം അറിവ് നേടണം. ഒരുപാട് അറിവ് നേടിയാൽ ധാരാളം ഗുണങ്ങളുണ്ടാകും. വായിക്കാൻ പഠിക്കാം, എഴുതാൻ പഠിക്കാം. അങ്ങനെ അവൻ അഭിപ്രായം ചോദിക്കാനായി കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. ഓരോ കൂട്ടുകാരോട് അഭിപ്രായം ചോദിച്ചപ്പോഴും അവർക്കെല്ലാം അത് അത്യധികം താല്പര്യമുള്ളതായിരുന്നു. അവരെല്ലാവരും മുയലിൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി. അടുത്ത ദിവസം മുതൽ അവരെല്ലാവരും ആടിയും പാടിയും ചിരിച്ചും ഉല്ലസിച്ചും സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു കടുവ, നിങ്ങൾ എവിടെയാണ് എല്ലാവരും കൂടി പോകുന്നത്? ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് അപ്പോൾ മുയൽ കടുവയോട് പറഞ്ഞു, നീ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ സ്കൂളിൽ വരൂ. അതിനുശേഷം നീ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും ഞങ്ങൾ സഹിക്കാം. സ്കൂളിൽ എന്താ നടക്കുന്നതെന്ന് പോയി നോക്കിക്കളയാം. അവരുടെ കൂടെ പോവുക തന്നെ കടുവ ചിന്തിച്ചു. കടുവ അടുത്ത ദിവസം തന്നെ ബാഗും തൂക്കി സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി. സ്കൂളിലെ അന്തരീക്ഷം അവന് വളരെ ഇഷ്ടമായി. കളിക്കാനും വായിക്കാനും പഠിക്കാനും അറിവുകൾ നേടാനും മറ്റു മൃഗങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം അവനുണ്ടായി. സ്കൂളിൽ നിന്ന് പാട്ടും നൃത്തവും ധാരാളം അറിവുകളും അവൻ പഠിച്ചു. അറിവാകുന്ന ജ്ഞാനം നേടിയപ്പോൾ അവൻ്റെ മനസ്സിൽ മറ്റു മൃഗങ്ങളോട് സ്നേഹം തോന്നി തുടങ്ങി. ആരെയും ഉപദ്രവിക്കാനോ ആരെയും പരിഹസിക്കാനോ ആരെയും ആക്രമിക്കാനോ അവന് തോന്നിയില്ല. അവൻ സ്കൂളിൽ മറ്റു മൃഗങ്ങളുമായി സന്തോഷത്തോടുകൂടി സഹകരണത്തോടുകൂടി വളരെ താല്പര്യത്തോടെ പഠിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം നേടിയ കടുവ മറ്റു മൃഗങ്ങളെ ആക്രമിക്കണം എന്ന ചിന്ത വെടിഞ്ഞ് അവരുമായി സ്നേഹത്തോടെ ജീവിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? വിദ്യാഭ്യാസം എന്നത് മനസ്സിലെ ഇരുട്ടിനെ അകറ്റി പ്രകാശത്തെ പ്രദാനം ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് ജീവിത മൂല്യങ്ങൾ നേടാൻ സാധിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം.